ഇവരുടെ വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ, അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തിൽ അപ്പ ഒരു കുടുംബം പോലെ നിന്റെ പാദപ്പെടുത്തൽ വരുവാൻ, നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തിരുവഴുത്തുകളെ കേൾക്കുവാനും പെരുക്കങ്ങൾക്ക് പങ്കാളികളായി തീരുവാനും ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. കർത്താവേ, നിങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വചനമനുസരിച്ച് കർത്താവേ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവേ പത്രോസിനോട് ചോദിച്ചതായ ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളോട് ചോദിക്കുവാൻ, ഞങ്ങളുടെ ദൈവത്തെ യഥാർത്ഥമായി കാണുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവെ വരുന്നോറും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സ്നേഹിച്ച ദൈവം, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, അവിടുത്തെ വാസനമായിരിക്കുന്ന ഒരു നാളിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. കർത്താവെ, നിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. വരവിന്റെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്തദാസന്മാരെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ മക്കളെയും ദൈവം ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. കർത്താവെ, ആരാധനയിൽ കടന്നു വന്ന എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു മാസത്തിന്റെ ആ പകുതി കഴിഞ്ഞതായ ആഴ്ചവട്ടത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കുടുംബം പോലെ വരുവാൻ തമ്പുരാനോട് ഞങ്ങളെ ഒരുക്കിയ ആ ഒരു സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ, വരുന്ന ഒരാഴ്ചക്കാലം നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, നിങ്ങളെ യാത്രയിൽ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലും ഞങ്ങളുടെ കൃഷി കാര്യങ്ങളിലും ഉപരിയായി കർത്താവെ ഞങ്ങളുടെ മക്കളുടെ യാത്രയിലും പഠനങ്ങളിലും എല്ലാ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കൃഷികാര്യങ്ങളൊക്കെ ദൈവം ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കാലം തമ്പുരാനെ അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു ദൈവം നടത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷ സംഘത്തിന്റെ പകൽ സന്ദർശനം തുടർന്ന് 3 മണിക്ക് നടത്തപ്പെടുന്നതായ യോഗത്തെയും തിരുവരങ്ങൾ സമർപ്പിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. തമ്പുരാനെ, അടുത്ത ആഴ്ച നിന്റെ സന്നിധിയിൽ വന്നു അവിടുത്തെ മുഖം ദർശിച്ച് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി നന്ദി കരയേറ്റുമ്പോൾ അപ്പന്റെ ക്രൂസിന്റെ മറുപടി മറച്ച് ഞങ്ങളെ സൂക്ഷിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ ഈ ഒരാഴ്ചക്കാലം വഴിനടത്തണം. യേശു യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.